വെൽക്കം. എങ്ങനെ പണക്കാരനാകാമെന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? സ്കൂളിൽ എപ്പോഴെങ്കിലും ഒരു കറിക്കുലമായി വന്നിട്ടുണ്ടോ ഹൗ ടു ബിക്കം റിച്ച്? എന്നാൽ എങ്ങനെ റിച്ച് ആകണമെന്ന് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് റമിത് സേത്തി. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഐ വിൽ ടീച്ച് ഹൗ ടു ബി റിച്ച്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം എങ്ങനെ റിച്ച് ആകണമെന്നുള്ളത്. റിച്ച് ടുഡേ ആൻഡ് ടുമോറോ എന്നാണ് പറയുന്നത്. ഇന്നും റിച്ച് ആയിരിക്കുക, നാളെയും റിച്ച് ആയിരിക്കുക. ഇന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നാളെ അല്ലെങ്കിൽ വയസ്സാകുമ്പോൾ റിച്ച് ആകുന്ന ഒരവസ്ഥയല്ല, റിട്ടയർമെൻറ്റ് റിച്ച് ആകുന്ന അവസ്ഥയല്ല. ഇപ്പോൾ തന്നെ റിച്ച് ആകുക, റിച്ചായി ജീവിക്കുക, റിച്ചായി മരിക്കുക. അതിന് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ പുസ്തകം പറയുന്നത്. അദ്ദേഹം പറയുന്നത് എനിവൺ ക്യാൻ ബി റിച്ച്. ആർക്കും പണക്കാരനായി മാറുവാൻ സാധിക്കും. എല്ലാവർക്കും ഒരുപോലെ പണമുണ്ടാക്കുവാൻ സാധിക്കുമെന്നാണ് റമിത് സേത്തി പറയുന്നത്. ഏകദേശം 5-6 കാര്യങ്ങൾ പ്രധാനമായി അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് ഡിഫൈൻ. എന്താണ് നിങ്ങൾക്ക് റിച്ച് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് പണം അല്ലെങ്കിൽ റിച്ച് ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ പണം സമ്പാദിക്കുന്നതാണോ? പ്രശസ്തി ഉണ്ടാകുന്നതാണോ? കുറേ യാത്ര ചെയ്യുന്നതാണോ? പലർക്കും റിച്ച് എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. നാം ഏറ്റവും അധികം സ്നേഹിക്കുന്ന, ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, ഏറ്റവും അധികം പാഷനേറ്റായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യമാണ് റിച്ച് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സമ്പന്നരാകുക, റിച്ച് ആകുക എന്നുള്ളത് തന്നെയാണ് റമിത് സേത്തി പറയുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത് സ്റ്റാർട്ട് ഏർലി അല്ലെങ്കിൽ സ്റ്റാർട്ട് ടുഡേ. ദ ബെസ്റ്റ് ടൈം ടു പ്ലാന്റ് എ ട്രീ വാസ് 10 years ago ആൻഡ് ദ സെക്കൻഡ് ബെസ്റ്റ് ടൈം ഈസ് നൗ എന്നാണ് ഒരു ചൈനീസ് ചിന്ത പറയുന്നത്. ചിലപ്പോൾ നാം വൈകിയെങ്കിലും സ്റ്റാർട്ട് ടുഡേ, സ്റ്റാർട്ട് ഏർലി. എത്രയും നേരത്തെ റിച്ച് ആകാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു അതായിരിക്കും ഏറ്റവും നല്ലതായിട്ടുള്ളൊരു സ്ട്രാറ്റജി എന്നുള്ളതാണ് റമിത് സേത്തി പറയുന്നത്. ഫോക്കസ് ഓൺ ബിഗ് വിൻസ്. വലിയ നേട്ടങ്ങൾ നേടുവാനായി, ആ വലിയ നേട്ടത്തിലേക്ക് ഫോക്കസ്ഡായി യാത്ര ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ? മേ ബി 2024 പല റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ലൈഫിൽ പല ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ ആ ബിഗ് വിൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ വിജയം നേടുവാനായിട്ട് ശ്രമിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് ഈ പുസ്തകം ചോദിക്കുന്നുണ്ട്. സെറ്റപ്പ് ആൻഡ് ഓട്ടോമേറ്റഡ് മണി സിസ്റ്റം. മണി ഉണ്ടാക്കുവാനായിട്ടുള്ളൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും പുസ്തകം പറയുകയാണ്. അവസാനമായി പുസ്തകത്തിൽ പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്താലുള്ള കോമ്പൗണ്ടിങ് എഫക്റ്റാണ്. ഇങ്ങനെ ഏകദേശം 5-6 വിഷയങ്ങളെക്കുറിച്ച് പുസ്തകത്തിൽ ഡീപ്പായി പരാമർശിക്കുന്നുണ്ട്. തീർച്ചയായും പുസ്തകം വായിക്കുക. തിങ്സ് ഐ ലവ് എന്നുള്ളതാണ് ഒന്നാമത് പറയാനുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഏറ്റവും അധികം ഇൻവെസ്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുക. അത് പണമായിക്കൊള്ളട്ടെ, സമയമായിക്കൊള്ളട്ടെ. അങ്ങനെ റിച്ച് ആകുവാനായിട്ട് ഈ പുസ്തകം പറയുകയാണ്. ഒരു മിനൂഷ്യ എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. 10 വർഷം കൊണ്ട് റിച്ച് ആകാൻ ഉള്ള പ്ലാൻ ഉണ്ടാക്കുക. അത് സ്റ്റാർട്ട് ഏർലി അല്ലെങ്കിൽ സ്റ്റാർട്ട് ടുഡേ. ഈ കോൺസെപ്റ്റ് പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് എക്സ്ട്രാവഗൻ്റായി സ്പെൻഡ് ചെയ്യുക, ലക്ഷറിയായി സ്പെൻഡ് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് അത്ര പ്രയോറിറ്റി ഇല്ലാത്ത കാര്യങ്ങളിൽ ഒരു മേഴ്സിലെസ്ലി നിങ്ങളുടെ കോസ്റ്റ് കട്ട് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനായിരിക്കും ഏറ്റവും ഇഷ്ടമെങ്കിൽ നിങ്ങൾ അതിൽ സ്പെൻഡ് ചെയ്യുക നന്നായി. നിങ്ങൾക്ക് ഫിലിം കാണാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ റീറ്റെയിൽ പർച്ചേസ് നടത്താൻ താല്പര്യമില്ല എങ്കിൽ ഡ്രാസ്റ്റിക്കലി, മേഴ്സിലെസ്ലി, ബ്രൂട്ടലി അതിലെ കോസ്റ്റ് കട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണെന്ന പുസ്തകം പറയുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 85% സൊല്യൂഷൻ എന്ന് പറയുന്നത് ഐ വിൽ ടീച്ച് യു ഹൗ ടു ബി റിച്ച് എന്ന പുസ്തകത്തിൽ റമിത് സേത്തി പറയുന്നൊരു സിദ്ധാന്തമാണ്. 85% പെർഫെക്റ്റ്, 85% സൊല്യൂഷൻ. പലപ്പോഴും നമുക്ക് എല്ലാം നന്നായി ചെയ്യണം, ഏറ്റവും വൃത്തിയായി ചെയ്യണം, പെർഫെക്റ്റായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതിന് പലരും. പക്ഷേ അങ്ങനെ ചിന്തിക്കേണ്ടത് ആവശ്യമില്ല. 85% നന്നായി ചെയ്യുവാൻ സാധിക്കുന്നെങ്കിൽ അത് തന്നെ വലിയ കാര്യമാണെന്നുള്ളതാണ് പുസ്തകം പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം നാം ചിന്തിക്കേണ്ടത് പലപ്പോഴും നമുക്ക് സേവ് ചെയ്യാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം ഇമ്പൾസീവായിട്ടുള്ള പർച്ചേസും ബൈയിങ്ങുമാണ്. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നാം വാങ്ങാറുണ്ട്. എന്നാൽ ഈ വാങ്ങുന്ന കാര്യത്തിൽ ഒരു ബൈയിങ് റൂൾസ്, ധാരാളം എക്സാമ്പിൾസ് പുസ്തകത്തിൽ പറയുന്നുണ്ട്. സെറ്റിംഗ് എ ബൈയിങ് റൂൾ. ഒരു സാധനം മേടിക്കണമെങ്കിൽ അത് മേടിക്കാനുള്ള റൂൾ നാം സെറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. മേ ബി നമ്മുടെ ഒരു പർട്ടിക്കുലർ എക്സസൈസ് ചെയ്ത ശേഷമായിരിക്കാം ആ ബൈയിങ് ഡിസിഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇന്നൊരാളോട് കൺസൾട്ട് ചെയ്ത ശേഷമായിരിക്കാം ബൈയിങ് റൂൾസ് എടുക്കുന്നത്. ഇങ്ങനെ ഒരു സർട്ടൻ ബൈയിങ് റൂൾസ് നമുക്ക് തീർച്ചയായും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇനി ഈ പുസ്തകത്തിൽ പറയുന്നൊരു 5 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ലാഡേഴ്സ് ഓഫ് പേഴ്സണൽ ഫിനാൻസ്. നമ്മുടെ പേഴ്സണൽ ഫിനാൻസ്, വ്യക്തിപരമായ ഫിനാൻസ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? ഈ കാര്യങ്ങൾ മാനേജ് ചെയ്താൽ മാത്രമേ നമുക്ക് റിച്ച് ആകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പുസ്തകം പറയുന്നത്. 1, എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക. പെട്ടെന്നൊരു ആവശ്യം വന്നാൽ, ഒരു ഹോസ്പിറ്റൽ ആവശ്യമോ അതല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ലിക്വിഡ് ക്യാഷ് വേണമെങ്കിൽ ഒരു എമർജൻസി ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടോ എന്ന് ചിന്തിക്കുക. ശരാശരി പറയുന്നത് നമ്മുടെ ഇൻകത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സാലറിയുടെ അല്ലെങ്കിൽ മന്ത്ലി ഇൻകത്തിൻ്റെ 6 ഇരട്ടിയെങ്കിലും ഒരു എമർജൻസി ഫണ്ട് നമ്മുടെ കൈവശം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നതാണ് പേ ഓഫ് ഹൈ ഇൻട്രസ്റ്റ് ഫണ്ട്. ഇപ്പോൾ നാം പല ലോൺസും എടുത്തിട്ടുണ്ടാകാം, അതിനോട് EMI അടച്ച് നാം കഷ്ടപ്പെടുന്നവരായിരിക്കാം.
ചിലതിന് വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും, ചില വട്ടിപ്പലിശയ്ക്ക് എടുത്തിട്ടുള്ളവരാകാം, ബ്ലേഡ് പൈസയ്ക്ക് എടുത്തിട്ടുണ്ടാകാം, ഹൈ ഇൻട്രസ്റ്റ് റേറ്റിൽ എടുത്തിട്ടുള്ളവരുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡെറ്റ് മാറ്റുക, കടം മാറ്റുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും അധികം ഇൻട്രസ്റ്റ് അടയ്ക്കുന്ന, ഏറ്റവും അധികം ലയബിലിറ്റി ഉണ്ടാക്കുന്ന ആ ഡെറ്റിനെ, ആ കടത്തെ ആദ്യം അടയ്ക്കാൻ ശ്രമിക്കുമെന്നുള്ളതാണ് റമിത് സേത്തി പറയുന്നത്. മൂന്നാമത്തെ കാര്യം റിട്ടയർമെൻറ്റ് ഫണ്ട്. പലപ്പോഴും നാം ആലോചിക്കാത്ത കാര്യമാണ്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലർ 40 വയസ്സ് റിട്ടയർ ചെയ്യും, ചില 65 വയസ്സ് റിട്ടയർ ചെയ്യുന്നു. റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കൈവശം എന്താണ് ഉണ്ടാകുക? എത്ര പണം ഉണ്ടാകുക നമുക്ക് ജീവിക്കാൻ? സമാധാനത്തോടും സന്തോഷത്തോടും സുഖമായി ജീവിക്കാൻ നമുക്ക് റിട്ടയർമെൻറ്റ് ഫണ്ടുണ്ട്. അതിപ്പോൾ തന്നെ, അതാണ് സ്റ്റാർട്ട് ഏർലി സ്റ്റാർട്ട് ടുഡേ എന്നുള്ള കോൺസെപ്റ്റിലൂടെ അദ്ദേഹം പറയുന്നത്. റിട്ടയർമെൻറ്റ് ഫണ്ട് നിങ്ങൾ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ കണ്ട് അത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. നാലാമത്തെ കാര്യമാണ് സേഫ് ഫോർ ബിഗ് പർച്ചേസ്. വലിയ പണം, വലിയ എമൗണ്ടിൽ, അപ്പോൾ കാറോ അതല്ലെങ്കിൽ വീടൊക്കെ വാങ്ങുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ബാർഗെയിൻ ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സേവ് ചെയ്യാനുള്ള ടെക്നിക്സും ടൂൾസും അതിൻ്റെ തന്ത്രങ്ങളും മനസ്സിലാക്കുകയും അത് സേവ് ചെയ്യാൻ നാം ശ്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അഞ്ചാമത്തെ കാര്യമാണ് പേ ഓഫ് ലോ ഇൻട്രസ്റ്റ് ഡെറ്റ്. പിന്നീട് ഏറ്റവും ലാസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് തന്നെ പറയുന്നത് കുറഞ്ഞ ഇൻട്രസ്റ്റ് ഉള്ള കടങ്ങൾ, ലോണുകൾ വീട്ടുക. എന്തായാലും ലോൺ എന്ന് പറയുന്ന ആ കടമെന്ന് പറയുന്ന ആസ്പെക്റ്റ് മാക്സിമം ഒഴിവാക്കുവാനായിട്ട്, പ്രത്യേകിച്ച് റിട്ടേൺ കൊണ്ടുവരാത്ത ലോണുകൾ അത് തീർച്ചയായും ഒഴിവാക്കാനായിട്ടും അത് എത്രയും പെട്ടെന്ന് തീർക്കാനായിട്ടുമാണ് സാധിക്കുന്നത്. ഈ പുസ്തകത്തിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ലോൺ എങ്കിലും ഈ വർഷം നിങ്ങൾക്ക് തീർക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഇനി ആറാമത്തെ കാര്യമാണ് ഏൺ മോർ. നിങ്ങൾക്ക് എത്രമാത്രം ഏൺ ചെയ്യാൻ സാധിക്കുന്നു അത്രമാത്രം ഏൺ ചെയ്യുക. ഏണിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഒട്ടുമിക്ക പുസ്തകങ്ങളും, പണത്തെക്കുറിച്ച് പുസ്തകങ്ങൾ പറയുന്നത് നിങ്ങളുടെ കോസ്റ്റ് കുറയ്ക്കുന്നതിനേക്കാളപ്പുറമായി എങ്ങനെ നമുക്കൊരു അഫോർഡബിലിറ്റി കൂട്ടാം, എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കാം, കൂടുതൽ എങ്ങനെ ഏൺ ചെയ്യാമെന്നുള്ളതാണ് ഈ പുസ്തകങ്ങളെല്ലാം പറയുന്നത്. ഇനി പണം ഉണ്ടാക്കാനായിട്ട് ഹൗ ടു ബിക്കം റിച്ച് എന്നുള്ള ആശയത്തെക്കുറിച്ച് ഏകദേശം ഒരു 5 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ആ പുസ്തകങ്ങൾ, ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ തീർച്ചയായും കൂടുതൽ ഇൻസൈറ്റ്സ് കിട്ടും. ഇതിനകത്ത് ക്രെഡിറ്റ് കാർഡ് എങ്ങനെ യൂസ് ചെയ്യണം, അതിലൂടെയുള്ള നഷ്ടങ്ങൾ എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ ഈസിയായി കുറച്ചുകൂടി എഫക്റ്റീവായി ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അതുപോലെ പാസീവായിട്ടുള്ള ഇൻകം, ആക്റ്റീവ് ഇൻകം ഒരു മെയിൻ ജോബ് നമുക്കല്ലെങ്കിൽ മെയിൻ ബിസിനസ് ഉണ്ടാകാം. പക്ഷേ അത് കൂടാതെ പാസീവായിട്ടുള്ള ഇൻകം, നാം ഉറങ്ങുമ്പോൾ നമുക്ക് വരുമാനം നൽകുന്ന ഒരു ഇൻകം നമുക്കുണ്ടോ എന്ന് ചിന്തിക്കണം. അതിന് ധാരാളം ടിപ്സുകൾ ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഇനി 5 കാര്യം പറയാം. നിങ്ങളൊരു ജോലിക്കാരനാണ് അല്ലെങ്കിൽ എംപ്ലോയി ആണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ കമ്പനിയിലെ എക്സിസ്റ്റിംഗ് പേ ചെക്ക് അല്ലെങ്കിൽ സാലറി നെഗോഷിയേറ്റ് ചെയ്ത് കൂടുതൽ സാലറി വാങ്ങുവാൻ സാധിക്കും. അത് നിങ്ങൾ പോയിട്ട് നേരിട്ട് പെട്രോൾ കാശ് കൂടി അല്ലെങ്കിൽ വാടക കൂടി ഇൻഫ്ലേഷനായി അവിടെ എനിക്ക് കാശ് കൂട്ടി തരണമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വലുതാണെന്നും നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ കൊണ്ട് കമ്പനിക്ക് ഇത്രമാത്രം നേട്ടമുണ്ടായെന്നും ലോജിക്കലി നെഗോഷിയേറ്റ് ചെയ്യുവാൻ, അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കമ്പനി സാലറി ഹൈക്ക് നേടുവാൻ സാധിക്കും. രണ്ടാമത്, നിങ്ങൾ വളരെ സ്കില്ലായിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി നന്നായി ജോലി ചെയ്യുവാൻ കഴിയുന്ന ആളാണെങ്കിൽ ഹൈ പേയിങ് ആയിട്ടുള്ള പുതിയ ജോബുകൾ കണ്ടെത്തുവാൻ സാധിക്കുമെന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇനി അടുത്ത 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആണ് ശരിക്കും നമ്മൾ റിച്ച് ആക്കുന്നത്. ഇൻവെസ്റ്റ് ചെയ്യുക. നാം എല്ലാ മാസവും റെഗുലറായി ഒരു ഹാബിറ്റായി മാറ്റി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട വിഷയങ്ങളെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ പുസ്തകത്തിൽ പറയുന്നത്. തീർച്ചയായും അത് ഫോക്കസ് ചെയ്യുക. 5ാമത്തെ കാര്യം ഞാൻ നേരത്തെയും പറഞ്ഞതാണ്, ലിമിറ്റ് യുവർ എക്സ്പെൻസ് ഫോർ അൺനെസസറി തിങ്സ് ആൻഡ് ഏൺ മച്ച് ആൻഡ് സ്പെൻഡ് ഫോർ തിങ്സ് വിച്ച് യു റിയലി ലവ്. ഈ ഒരു 5-6 കാര്യങ്ങൾ പുസ്തകത്തിൽ പറയുന്നത്. തീർച്ചയായും പുസ്തകം വായിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റീഡാണ്. ഐ വിൽ ടീച്ച് ഹൗ ടു ബി റിച്ച് ബൈ റമിത് സേത്തി. അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വളരെ ഒരു റിച്ച് ആയിട്ടുള്ള ആളും കൂടി തന്നെയാണ്. അപ്പോൾ ആ ചിന്തകൾ തീർച്ചയായും സഹായിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.